തെയ്യം ചമയങ്ങൾ. തലച്ചമയങ്ങൾ. തിരുമുടി ഉൾപ്പെടെ നെറ്റി, ചെവി, കഴുത്ത് ഭാഗങ്ങളിലെ ചമയങ്ങളെയും ചേർത്താണ് തലച്ചമയം എന്ന് പറയുന്നത്. കുരുത്തോല, മുരിക്കിൻ തടി, ഓട്, വെള്ളി മുതലായവയാണ് തലച്ചമയങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന വസ്തുക്കൾ. മുഖത്തെഴുത്ത്. കോലധാരിയുടെ മുഖത്ത് നിറം പകർത്തുന്ന ചടങ്ങിനെയാണ് മുഖത്തെഴുത്ത് എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്നും സുലഭമായി ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് മുഖത്തെഴുത്ത് നടത്തുന്നത്. തെയ്യക്കോലം കെട്ടുന്ന വ്യക്തിയുടെ സ്വത്വത്തിൽ നിന്നും അനുഷ്ഠാന ധർമ്മത്തിന് അനുയോജ്യമായ ഒരു പുതിയ സ്വത്വം മുഖത്തെഴുത്തിലൂടെ നിർവഹിക്കപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. നിറങ്ങളെ ഒരു ഭാഷയായി പരിഗണിച്ച് ആശയവിനിമയത്തിനായി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് മുഖത്തെഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചുവപ്പ്, കറുപ്പ്, മഞ്ഞ, വെള്ള തുടങ്ങിയ നിറങ്ങളാണ് മുഖത്തെഴുത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത്. മഞ്ഞ നിറം വിജയത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സൂചകങ്ങളാണ്. ചുവപ്പും മഞ്ഞയും ചേർന്നുള്ള ഓറഞ്ച് നിറവും തെയ്യത്തിൽ ഉപയോഗിക്കുന്നു. കറുപ്പ് നിറമാകട്ടെ തെയ്യഭാവങ്ങൾക്ക് ഒട്ടേറെ നിഗൂഢാർത്ഥങ്ങൾ തന്നെ നൽകുന്നുണ്ട്. ഭൂതപ്രേതങ്ങളുടെ പ്രതീകത്വം പേറുന്ന തെയ്യങ്ങൾക്കാണ് വെളുപ്പ് നിറം. ദേവതകളുടെ സങ്കല്പം, സ്വഭാവം, ചൈതന്യം ഇവ വ്യക്തമായി പ്രകടിപ്പിക്കുന്നവയാണ് ഈ മുഖനിർമ്മിതി. കെട്ടിയാടുന്ന തെയ്യത്തിൻ്റെ ഭാവാദികൾ കാഴ്ചക്കാരനിൽ എത്തുന്നത് മുഖത്തെഴുത്തിലൂടെയാണ്. ഈർക്കിൽ കൊടിയിലൂടെ കോറിയിടുന്ന വരകളുടെ അപൂർവ നിർവഹണ സിദ്ധിയാണ് മുഖത്തെഴുത്തിൽ പ്രകടമാവുന്ന മറ്റൊരു പ്രത്യേകത. മാർച്ചമയങ്ങൾ. കഴുത്തിനും നെഞ്ചിനും ഉള്ള ചമയങ്ങളാണ് മാർച്ചമയങ്ങൾ. അനേകം മാലകൾ ചേർന്ന് കൊരലാരം, മുരിക്കിൻ പാളിക്കു മീതെ അലങ്കാരങ്ങൾ തീർത്തുണ്ടാക്കിയ കണ്ഠാഭരണം, കുരുത്തോലകൾ കൊണ്ടുള്ള ചമയങ്ങൾ എന്നിവയാണ് മാർച്ചമയങ്ങളിൽ പ്രധാനം. കാൽച്ചമയങ്ങൾ. കാലുകൾക്കു ചുവപ്പു തേച്ച് അതിൻ്റെ മുകളിൽ ചിലമ്പണിയുന്നതാണ് പൊതുവെ കാൽച്ചമയങ്ങൾ. കോലക്കാരൻ സ്വയം അണിയുന്നതാണ് കാൽച്ചമയങ്ങൾ. കൈച്ചമയം. കാൽച്ചമയം പോലെ തന്നെ ചുമപ്പ് തേച്ച് അതിൻ്റെ മേലെയാണ് കൈച്ചമയങ്ങളും ഇടുന്നത്. തോളറ്റം മുതൽ കൈനഖം വരെ നീളുന്ന ഭാഗത്തുള്ള ചമയങ്ങളാണ് കൈച്ചമയം. കൈവള, കൈക്കൂട്, നഖാവരണം എന്നിവയാണ് പ്രധാന കൈച്ചമയങ്ങൾ. ലോഹങ്ങൾ, കുരുത്തോലകൾ, തുണി മുതലായവയാണ് മിക്കവാറും കൈച്ചമയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ. മേക്കെഴുത്ത്. ആടയാഭരണങ്ങൾക്ക് പുറമെ മേക്കെഴുത്തും തെയ്യച്ചമയങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അതാത് തെയ്യക്കോലങ്ങൾക്ക് പ്രത്യേകമായി ചിട്ടപ്പെടുത്തിയ രീതിയിൽ മേനിയിൽ ചായക്കൂട്ടുകൾ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നതിനെയാണ് മേക്കെഴുത്ത് എന്ന് പറയുന്നത്. തെയ്യം ഉടയാടകൾ. കടും ചുവപ്പു നിറങ്ങളിൽ വെള്ളയും കറുപ്പും കൊണ്ട് ചിത്രപ്പണികൾ തീർത്ത ഞൊറികളോട് കൂടിയ തുണികൾ, ചിത്രപ്പണികൾ ചെയ്ത കുരുത്തോലകൾ എന്നിവയാണ് പ്രധാനമായും തെയ്യം ഉടയാടകൾക്കു വേണ്ടി ഉപയോഗിക്കുന്നത്. മുടിച്ചമയങ്ങൾ. ശിരസിലണിയുന്ന തിരുമുടികളെയാണ് മുടിച്ചമയങ്ങൾ എന്ന് പറയുന്നത്. മറ്റെല്ലാ ചമയങ്ങൾക്കും ശേഷം അവസാനം അണിയുന്ന തിരുമുടിയോടെയാണ് തെയ്യച്ചമയം പൂർണ്ണമാകുന്നത്. അണിയറയിൽ നിന്നും പുറത്തു വന്നതിനു ശേഷം തെയ്യം ഒരു പീഠത്തിൽ ഇരുന്നതിനു ശേഷമാണ് തിരുമുടി അണിയുന്നത്.